ഹായ് ഗായ്സ്, നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. ഇന്നൊരു ലസാനിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് എന്തൊക്കെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം അതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള അത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇത് ഞാൻ ഫസ്റ്റ് ഈ ലസാനിയയുടെ കുറച്ച് ഫോട്ടോസ് പോലെ അപ്ലോഡ് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ അതാണ്. അപ്പോൾ അത് കണ്ട് ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചു. അത് കാരണം ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് പാന് മാറ്റി കൊടുത്തു കേട്ടോ. അതൊന്ന് കുറച്ച് കൺജസ്റ്റഡ് ആയപ്പോൾ ഞാൻ എൻ്റെ പാനൊന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് മിൻസ്ഡ് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇങ്ങനെ അരഞ്ഞിരിക്കുന്ന കാരണം അത് വേഗം കുക്കായി കിട്ടും. ഇനി ഒരു ചെറിയ ടീസ്പൂൺ പെപ്പർ, ചെറിയ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇതൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കുക്ക് ചെയ്തൊന്ന് കുറച്ച് നേരം ഒരു 5 to 10 minutes ഒന്ന് അടച്ച് വെച്ച് അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അത് നന്നായി കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ കണ്ടോ, അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ വന്ന് ഇങ്ങനെ നന്നായി വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് 2 ടൊമാറ്റോ ചേർക്കാം, ഒരു കൈപ്പിടി ക്യാപ്സിക്കം ഇതൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് നന്നായി കുക്ക് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം ഇനി അടച്ച് വെച്ച് കുക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നമുക്കൊരു പിസ്സ സോസിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് അത് വരിക. അപ്പോൾ ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു പിസ്സ സോസിനകത്ത് നമ്മുടെ ബീഫ് എടുക്കുന്ന അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരിക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടെ അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ തക്കാളിയെല്ലാം നന്നായിട്ട് അതിനകത്തോട്ട് ചേർന്ന് പോയിട്ടുണ്ട്. എല്ലാം നല്ല മിക്സായി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു മസാലയാണ്, നല്ല ടേസ്റ്റാണ് ഇത് സാധനം. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അതൊരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ഇവിടെ പറയാം. അതൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് നന്നായി മെൽറ്റായി വരണം. അപ്പം ഞാൻ വീണ്ടും പറയാം, സപ്പോർട്ട് വേണം. ബിഗ്നേഴ്സാണ്, നല്ലോണം സപ്പോർട്ട് വേണം. പുതിയതായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ ചെറിയ ടീസ്പൂൺ ഗാർലിക് ഇട്ട് ഞാനത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു പച്ച മണക്കൊന്ന് മാറി കിട്ടുമ്പോൾ നമുക്കിതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ. അപ്പം ഇത് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറല്ല യൂസ് ചെയ്തത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽ. അതാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിത് നല്ലോണം ശ്രദ്ധിക്കണം. ഈ മൈദ നന്നായിട്ട് ഒന്ന് കുക്കായി വരണം. നല്ല ആ ഒരു സ്മെല്ല്, ആ ഒരു റോ സ്മെല്ലൊക്കെ മാറി നന്നായി ആ ഒരു വെന്ത് കുക്കായി നല്ല ഇതായി വരണം. അപ്പം നന്നായി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ഈ റോ സ്മെല്ല് മാറിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സോസിൻ്റെ ടേസ്റ്റ് അങ്ങനെ മാറിപ്പോവും. അപ്പോൾ ഇതാ നന്നായി കുക്കായി വന്നപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറേശ്ശെയായി 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി കട്ട കൂടാതെ ഒന്ന് ഇളക്കി കൊണ്ടുവരാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും ഒരു ചെറിയ ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തണുത്ത പാലും നമ്മുടെ മറ്റേ മൈദ ബട്ടർ മിക്സ് ഇതായതുകൊണ്ടാണ് അത് അത്രയും കട്ട പിടിച്ച് കിടക്കുന്നത് കേട്ടോ. കുറുകി കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസ് ഇത്രേ ഉള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഇളക്കി മാറ്റി തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. സോസും റെഡിയായി, മസാല റെഡിയായി. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം ഇങ്ങനെ ഒരു പാൻ എടുത്തിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ ആദ്യം സോസാണ് ഒഴിക്കുന്നത്. അപ്പം ബേസ് നമുക്ക് സോസ് ഒഴിക്കുന്നതാണ് ബെറ്റർ കേട്ടോ. നേരെ മസാല വെക്കുന്നതിനേലും ബെറ്ററായിട്ട് നമുക്ക് ബേസ് സോസായിട്ട് വെക്കുന്നതിന് ബെറ്റർ. അപ്പം അതാ ബേസ് സോസ് വെച്ചു. ഇത് കുക്ക്ഡ് ലസാനിയ ഷീറ്റാണ് കേട്ടോ. അത് കാരണം ഞാൻ ഇത് ഡയറക്റ്റ് വെക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പാന് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഒലിവ് ഓയിൽ ഉപ്പിട്ടിട്ട് ഓരോന്നില്ലെങ്കിൽ 2 വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒന്നിച്ചിടുമ്പോൾ അത് നന്നായിട്ട് സ്റ്റിക്കായി പോവും. അതാണ് ഞാൻ ഒന്നും കൂടി പ്രിഫർ ചെയ്യുക. ഇതെനിക്ക് വേറെ കിട്ടാത്ത കാരണം ഞാൻ ഇത് വെച്ച് ചെയ്യാണ്. അപ്പം ഇതേപോലെ ലെയർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ നമ്മുടെ ബീഫിൻ്റെ ആ ഒരു മസാല ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ കുറച്ച് അധികം ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു ഷീറ്റിൻ്റെ ഫ്ലേവർ കുറച്ച് ഇഷ്ടമാണ്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താ ഇപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ മസാലേൻ്റെ മേലെ ഡയറക്റ്റ് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വീണ്ടും ഇതേപോലെ ഷീറ്റ് വെച്ച് ലസാന്യ ഷീറ്റ് വെച്ചിട്ട് ഇനി അതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് സോസ് കൂടെ ഒഴിച്ച് പിന്നെ അങ്ങനെ കുറച്ച് എക്സ്ട്രാ ലെയർ പോലെ ചെയ്യുന്നുണ്ട്. ആ ഷീറ്റ് കഴിക്കുന്ന ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നേരെ ബീഫിൻ്റെ മേലെ നേരെ എന്താ പറയുക ഷ്രെഡഡ് മൊസറല്ല ചീസ്, അതിൻ്റെ മേലെ ഷീറ്റ് വൈറ്റ് സോസ്, അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ലെയർ കുറഞ്ഞു കിട്ടും. ഷീറ്റ് അതുപോലെ അത്ര അധികം വെക്കണ്ട. അപ്പോൾ ഇതാ ഒന്ന് വൈറ്റ് സോസ് ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ലസാന്യയുടെ ഷീറ്റ് വെക്കുകയാണ്. ഇതൊന്നുകൂടെ സിമ്പിളാണ്, പക്ഷെ ടേസ്റ്റ് വൈസ് കുക്ക്ഡ് അല്ലാത്ത ആ ഒരു ഷീറ്റ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ഇതാ ഇനി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ഷ്രെഡഡ് മൊസറല്ല ചീസ്, ഇത് നിങ്ങൾക്ക് ചെഡാർ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. ഞാനിവിടെ മൊസറല്ലാണ് അവൈലബിൾ ആയിട്ടുണ്ടായ, അപ്പോൾ അത് ചെയ്തു. അതേപോലെ മസാല വീണ്ടും വെച്ചു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ലെയർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്ത് വരിക. അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാണാത്തവരുണ്ടെങ്കിൽ അവർ ഷെയർ ചെയ്ത് കൊടുക്കണം. പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. സപ്പോർട്ട് വേണം കേട്ടോ. ശരിക്കും ബിഗിനേഴ്സ് ആയത് കാരണം തന്നെ നിങ്ങളെല്ലാവരുടെ അടുത്തും പറഞ്ഞ് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി പോകാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ലെയർ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഞാൻ വൈറ്റ് സോസൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഷീറ്റ് വെക്കുന്നുണ്ട്. ഇതിങ്ങനെ ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ചീസ്, ഇത് ഞാൻ മേലെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഞാൻ അടിയിൽ കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്തു. ഇനി ഞാനിതിൻ്റെ മേലെ കുറച്ച് നമ്മുടെ ബീഫ് മസാല അത് ആഡ് ചെയ്യുന്നുണ്ട്, ഷീറ്റ് വെക്കാതെ കുറച്ച് മസാല. അപ്പോൾ ഇതിങ്ങനെ ബേക്കായി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഈ വൈറ്റും ഈ ഒരു റെഡും എല്ലാം കൂടി കളർ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടാവും. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. മേലെ കുറച്ചുകൂടെ ചീസ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലെയർ ഇതൊക്കെ ഓരോരുത്തർക്ക് ബേസ് നമ്മൾ വൈറ്റ് സോസ് വെക്കുന്നത് നല്ലത്. ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ ലെയർ ചെയ്യുന്നത് മാറ്റം വരുത്താം. ഒരു ഫോയിൽ വെച്ച് കവർ ചെയ്ത് നമുക്കിത് ബേക്ക് ചെയ്യാൻ കൊണ്ടുപോകാം. ബേക്ക് ചെയ്യാൻ ആദ്യം നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനകത്ത് വെച്ച് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലസാന്യ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെവിയാണ് കഴിക്കാൻ കേട്ടോ. ഒരു നന്നായിട്ട് വയർ ഫുള്ളാവുന്നൊരു സാധനമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കാണിച്ചു തരാം. ജസ്റ്റ് കട്ട് ചെയ്ത് എന്താ ലെയറായി നമ്മുടെ ലസാന്യ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം. ബൈ, സീ യു.